അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിന്റെ കൂടെ അമ്മ ഉണ്ടാവുമെന്ന് ഓർക്കണം ദൈവപൈതലേ. കർത്താവ്, കിടപ്പായിപ്പോയവർ, ഇങ്ങനെ ഒരു ആരോഗ്യമുണ്ട് പക്ഷെ കിടന്നു പോയവർ, ചിലപ്പോൾ അപകടം ഉണ്ടായി കിടന്നു പോയവർ, കർത്താവെ പ്രഷർ വന്ന് കിടന്നു പോയവർ, കർത്താവിൻ്റെ തിരുമുറുപാടുന്ന വലതുകരം ആണിപ്പെടുതാടുന്ന അത്ഭുതകരം ആ കിടന്നുപോയ മക്കളുടെ മേൽ ശരീരത്തിൽ തലക്കപ്പെടട്ടെ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവെ, പടലപ്പിണക്കങ്ങളും തൊഴുത്തിൽ കുത്തുമൂലം കുടുംബത്തിൽ കലഹവും കോലാഹലങ്ങളും സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, നീ ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവന സമാധാനം ആശംസിക്കണം. സമാധാന ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ
നിൻ്റെ സമാധാനത്തോടെ ഭരിക്കും കർത്താവേ. അടിയൻ്റെ പ്രാർത്ഥന കൊണ്ടും അമ്മയുടെ പ്രത്യക്ഷീകരണം കൊണ്ടും കർത്താവേ ആ കുടുംബങ്ങൾക്ക് സമാധാനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, പഠിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ കർത്താവേ, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി മക്കൾ വേദനിച്ചുകൊണ്ട് ആശങ്കപ്പെട്ടുകൊണ്ട് കണ്ണുനീരോടെ വിഷമിക്കുന്നുണ്ടോ ആ മേഖലയിലെല്ലാം പരിശുദ്ധാത്മ പ്രവർത്തിച്ചുകൊണ്ട് നിൻ്റെ വിഷയത്തിൽ ദൈവം തീരുമാനമെടുക്കാൻ പോകുന്നു. കർത്താവിൻ്റെ മുമ്പിൽ നീ ജാഗ്രതയോടെ പെരുമാറുക കർത്താവേ. അകലം വിട്ടുപോകുന്നവർ, രാജ്യം വിട്ടുപോകുന്നവർ, വീട് വിട്ടുപോകുന്നവർ, ഞങ്ങൾ കണ്ണുമ്പിൽ മറയുന്നവർ കർത്താവിൻ്റെ കൃപയാൽ നിറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, ജോലിയില്ലാത്തതിൻ്റെ പേരിൽ വിസ പുതുക്കാത്തതിൻ്റെ പേരിലും യാത്രയ്ക്ക് നാട്ടിലേക്ക് വരാൻ പറ്റാത്തതിൻ്റെ പേരിലും തിരിച്ചു പോകാൻ പറ്റാത്തതിൻ്റെ പേരിലൊക്കെ കുടുങ്ങി കിടക്കുന്നവർ എൻ്റെ കർത്താവിൻ്റെതുമായ എന്തെങ്കിലും ബന്ധനങ്ങളെ ഞാൻ അർപ്പിച്ച 40 വർഷത്തെ ബലിയുടെ ശക്തിയാൽ ബന്ധിക്കുന്നു, അഴിച്ചു മാറ്റുന്നു. കർത്താവിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കുകയും നീ വിടുതൽ പ്രാപിക്കുകയും ചെയ്യട്ടെ. ഐ കമാൻഡ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യു ബി ഹീൽഡ് ആൻഡ് ഡെലിവേർഡ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിശ്വരം നീക്കും. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിലെ 5 വചനം എടുത്തായിരുന്നു. നമുക്കതൊന്നിരിക്കാം. മർക്കോസ് 1:45. എന്നാൽ അവൻ പുറത്തു ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാനും ഇത് പ്രസിദ്ധമാക്കാനും തുടങ്ങി. തന്മൂലം പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ യേശുവിന് സാധിച്ചില്ല. അവൻ പുറത്ത് വിജനപ്രദേശങ്ങളിൽ തങ്ങി. ജനങ്ങളാകട്ടെ എല്ലായിടങ്ങളിൽ നിന്ന് അവന്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു. ഇതിനകത്ത് എനിക്കിഷ്ടപ്പെട്ട വചനം അറിയാം, തങ്ങി എന്നുള്ള വാക്കാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് എന്താണ്? ഒരു വഴി അടഞ്ഞെന്ന് കണ്ടാൽ, അല്ല അവിടെ കലുഷിതമാണെന്ന് കണ്ടാൽ കർത്താവ് വേറെ വഴിയെ പോകും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ആ കുഷ്ഠരോഗി സുഖപ്പെട്ടപ്പോൾ അവരോട് പറഞ്ഞായിരുന്ന കർത്താവ്, ആരോടും ചെന്നൊന്നും പറഞ്ഞേക്കരുത് എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ആ അണ്ണൻ പോയി എല്ലാവരോടും പറഞ്ഞ്, അത് കാരണം യേശുവിനെ പരസ്യമായിട്ട് നടക്കാൻ പറ്റുന്നതിനല്ല, യേശുവിനെ ശത്രുക്കൾ യേശുവിനെ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ ശത്രുപാളയത്തിൻ്റെ മണം വന്നപ്പോൾ യേശു എന്ത് ചെയ്ത്? പിന്നെ പ്രൊസീഡ് ചെയ്തില്ല. പിന്നെ എന്ത് ചെയ്ത്? അവൻ വിജനപ്രദേശത്ത് തങ്ങി എന്നാണ് പറയണത്. വിജനപ്രദേശം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ, അത് ഒരേ സമയം തന്നെ ദൈവസന്നിധാനമാണ്. ദൈവസന്നിധാനത്തേക്ക് അവൻ തങ്ങുകയാണ്. നമുക്ക് ചുറ്റും വിഷയങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആകുമ്പോൾ നമുക്ക് തങ്ങേണ്ടി വരും കർത്താവിൻ്റെ അടുത്ത്. പിന്നെ മുന്നോട്ട് പോകരുത്. ഇപ്പം കേസ് കൊടുക്കേണ്ട കേസാണെങ്കിലും ഇപ്പം ഞാൻ ചിലരോടൊക്കെ പറയും, കേസ് കൊടുക്കണ്ട, വരട്ടെ, വെയിറ്റ് ചെയ്യും, പ്രാർത്ഥിക്കെന്ന് പറയും. എന്താ കാര്യം? ഇപ്പോഴും നമ്മൾ ഈ കേസ് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ വികാരം കൊണ്ട് നിൽക്കുന്ന ആൾക്കാരില്ലേ, അവരുടെ ഇപ്പോഴത്തെ വികാരമാണത്. അപ്പോൾ നമ്മൾ ആ ഒരു അരിശത്തിൽ പോയി അറ്റിച്ചടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കേസ് പരിശുദ്ധാത്മാ പ്രവർത്തിക്കാൻ എന്ന സമയത്ത് കേസ് പിൻവലിക്കാൻ തോന്നും. കാര്യം നമ്മൾ അറിയാതെ നമ്മുടെ വക്കീൽ തന്നെയായിരിക്കും അപ്പുറത്തെ വക്കീലും, അല്ലെങ്കിൽ നമ്മുടെ വക്കീലും, നമ്മുടെ വാദിയാണെങ്കിൽ പ്രതിഭാഗം വക്കീലും ഈ നമ്മുടെ വക്കീലും കൂടി ഒരു ക്ലാസ്സിൽ പഠിച്ച ആൾക്കാരായിരിക്കും. ഇവന്മാർ തമ്മിലുള്ള യുദ്ധമല്ലേ കോടതിയിലെ. അപ്പോൾ അവർ എന്ത് ചെയ്യും? അവർ 10 പൈസ ഇവരിൽ നിന്ന് 2 പേരിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ആ സംഭവം അവസാനം കൊണ്ട് കോംപ്രമൈസ് ആക്കും. എന്നാൽ പിന്നെ ഇത് ആദ്യം ചെയ്യാൻ പാടില്ലേ, ആദ്യം ചെയ്താൽ അവർക്ക് കാശ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ചില സമയത്ത് നമ്മൾ പ്രൊസീഡ് ചെയ്യരുത്. ഇപ്പം നമ്മൾ പറയത്തില്ല, എല്ലാവരും പറയുന്നത് ട്രാഫിക് ലോ ഇല്ലേ, സ്റ്റോപ്പ്, ലുക്ക് ആൻഡ് പ്രൊസീഡ് എന്ന്. ട്രാഫിക് ലോ ആണത്. ഒരു റോഡ് കവർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം സ്റ്റോപ്പ് ചെയ്യണം. വന്നവരെ അങ്ങോട്ട് കയറി പോകരുത്. ചിലപ്പോൾ ഇടികൊണ്ട് ചിലപ്പോൾ ചമ്മന്തി പരുവത്തിലാവും. അത് സ്റ്റോപ്പ്, പിന്നെ എന്ത് ചെയ്യണം? ലുക്ക്, പിന്നെ എന്ത് ചെയ്യണം? പ്രൊസീഡ്. അങ്ങനെ അത് ട്രാഫിക് ലോ അല്ലേ. പക്ഷേ ബൈബിളിൽ ലോ ലുക്കില്ല എൻ്റെ അകത്ത്. സ്റ്റോപ്പ് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് പറയും ഹാൾട്ട് എന്ന് പറയും. അതാണ് തങ്ങുക എന്ന് പറയുന്നത്. സ്റ്റോപ്പ്, ഹാൾട്ട് ആൻഡ് പ്രൊസീഡ്. ഹാൾട്ട് എന്നാണ് പറയണത്, അല്ലാതെ ലുക്ക് എന്നല്ല പറയണത്. ലുക്ക് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് നോക്കി നോക്കി വണ്ടി അങ്ങനെ ചാടി പോകും, അതല്ല ഹാൾട്ട്. കാരണം നീ അങ്ങോട്ട് ചെന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. അപ്പം നീയല്ലേ പോണത്. റോഡ് ക്രോസ് ചെയ്യണമല്ല ലക്ഷ്യം. റോഡ് ക്രോസ് ചെയ്തിട്ട് നീ എന്ത് ചെയ്യും എന്നുള്ളതാണല്ലോ ലക്ഷ്യം. റോഡ് ക്രോസ് ചെയ്യണ ഒരു മാർഗം മാത്രമല്ലേ.
റോൾ ചെയ്യുക. എന്തിനാണ് അപ്പുറത്ത് ചെല്ലണത്? അതല്ലേ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് ബൈബിൾ പറയും സ്റ്റോപ്പ്, ലുക്ക് ആൻഡ് പ്രൊസീഡ് അല്ല, സ്റ്റോപ്പ്, ഹാൾട്ട് ആൻഡ് പ്രൊസീഡ്. ചില സമയത്ത് ഹോൾട്ട് ചെയ്യണം. കേസൊന്നും കൊടുക്കേണ്ട, അവിടെ നിൽക്കാൻ പറയണം. നിൽക്കട്ടെ, എന്നിട്ട് പ്രെയർ ചെയ്യണം, എംപവർ ചെയ്യണം. നമ്മളെ തന്നെ എംപവർ ചെയ്യണം. പിന്നെ നമ്മൾക്ക് വേണ്ടി വാദിക്കാൻ കർത്താവ് ഫീൽഡിൽ വരും. വരണവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം ദൈവം പണ്ടുപോലെ വാദിക്കുന്ന ആളാണ്. തൻ്റെ മക്കൾക്ക് വേണ്ടി വാദിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണത്? തൻ്റെ മക്കളായിരിക്കാൻ വേണ്ടിയുള്ള യോഗ്യത നേടാൻ വേണ്ടിയാണ് നമ്മളെ തന്നെ ഒരുക്കുന്ന സുവിശേഷവിഹിതമായിട്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. എൻ്റെ പേര് ഇന്ദു. എൻ്റെ ഹസ്ബൻഡ് വിനീത് CRPFലാണ് വർക്ക് ചെയ്യുന്നത്. മക്കൾ 2 പേര്. അപ്പോൾ ഞാൻ 2022 ഓൺലൈൻ ആയാണ് ഉടമ്പടി എടുത്തിരുന്നത്. അതിൽ എനിക്ക് മൂത്ത മകനുണ്ട്. അപ്പോൾ രണ്ടാമതായിട്ട് ഒരു കുഞ്ഞിനെ ലഭിക്കില്ലായിരുന്നു. കാരണം എനിക്ക് PCOD നല്ലതായിട്ടുണ്ടായിരുന്നു. പീരീഡ്സ് ഇറഗുലറാണ്. അപ്പോൾ മെഡിസിൻ എടുത്തിരുന്നു. അപ്പോൾ മെഡിസിൻ എടുത്താൽ മാത്രമേ എനിക്ക് പീരീഡ്സ് ആവത്തുള്ളായിരുന്നു. അങ്ങനെ ഒരു മെഡിസിൻ എടുത്ത സമയത്ത് ഡോക്ടർ ഫോളിക്കിൾ സ്റ്റഡി ചെയ്തപ്പോൾ പറഞ്ഞു എനിക്ക് എഗ്ഗ് വളർച്ചയില്ല. അപ്പോൾ എന്തായാലും ഹസ്ബൻഡിന് തിരിച്ചു പോകണം. അപ്പോൾ ഈ മാസം എന്തായാലും നടക്കത്തില്ല, നിനക്ക് ഈ മാസം കുഞ്ഞിനെ കിട്ടത്തില്ല എന്ന് തന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞു. പക്ഷേ ഞാൻ സ്കാൻ ചെയ്ത സമയത്ത് എൻ്റെ വയറ്റിൽ കൈവച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയിരുന്നു. അതിൻ്റെ ഭാഗമായി ഹസ്ബൻഡ് പോയി. പിന്നെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ എനിക്ക് എന്തായാലും ഞാൻ ഉടമ്പടി എടുത്തതാണ്, എനിക്ക് അമ്മ ഒരു കുഞ്ഞിനെ തരണം, അതും ഒരു പെൺകുഞ്ഞിനെ തന്നെ എനിക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പിറ്റേ മാസം എനിക്ക് സുഖമില്ലാതായി, പനിയൊക്കെ ആയി. അപ്പോൾ കോവിഡ് ടൈമാണ്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി പക്ഷെ ഗുളികയൊക്കെ വാങ്ങി. എന്നാലും ഞാൻ എൻ്റെ മനസ്സിൽ പറയണു ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കും എന്നുള്ളൊരു ഇതായിരുന്നു എൻ്റെ മനസ്സിൽ. ഞാൻ എന്തായാലും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഒരു പ്രഗ്നൻസി കാർഡ് വാങ്ങി ടെസ്റ്റ് ചെയ്തു. അത് പോസിറ്റീവായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ ഇതെനിക്ക് കൃപാസന മാതാവ് തന്ന കുഞ്ഞാണ്, സയൻസിനെ തോൽപ്പിച്ച് നിൽക്കുന്ന കുഞ്ഞാണിത്. അത് അങ്ങനെയായി. പിന്നെ ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അതിൽ ഞാൻ വെച്ചിരുന്നത് എനിക്കൊരു ജോലി, ഞാൻ 2017 B.Ed കഴിഞ്ഞതാണ്. ഇത്രയും ശ്രമിച്ചിട്ട് ഒരു ജോലി കിട്ടുന്നില്ലായിരുന്നു. ഞാൻ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഒരു ന്യൂസ് പേപ്പർ കട്ട് കണ്ടു. ഒരു ഗസ്റ്റായിട്ടൊരു ടീച്ചർ സ്കൂളിൽ ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് അവിടുത്തെ HM ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്, മാതാവേ അമ്മ ആ ഭാഗത്ത് ഇരിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപ്പും കൊണ്ടാണ് പോകുന്നത്. ഉപ്പ് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിന് HM അടുത്ത് കയറി. എന്നെ പഠിപ്പിച്ചിരുന്ന ഒരു ടീച്ചറായിരുന്നു. അപ്പോൾ ആ ടീച്ചർ എടുത്തിരുന്നത് ഗ്രേ കളർ സാരിയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു എനിക്ക് കിട്ടും എന്ന് ഉറപ്പിച്ചിരുന്നു. ഞാൻ പിറ്റേ ദിവസം അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരുന്ന സമയത്ത് എന്നെ സ്കൂളിൽ നിന്ന് വിളിക്കുകയാണ്, ടീച്ചർ വരണം, ഇപ്പോൾ തന്നെ വന്ന് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി ജോയിൻ ചെയ്ത്. അപ്പോൾ ഗസ്റ്റായിട്ടാണ്, 1 വർഷം ആകുമ്പോൾ അത് ഇറങ്ങണം. അപ്പോൾ ഞാൻ എന്നും മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവേ എനിക്ക് പെർമനൻ്റായിട്ടൊരു ജോലി ലഭിക്കണം. അങ്ങനെ അവിടെ പോയി 1.5 മാസമായപ്പോൾ നമ്മുടെ മാനേജ്മെൻറ്റിൽ രൂപതയിൽ ഒരു ടീച്ചറായിട്ട് വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞു. അത് ആരാണ് ഇന്ന് വാട്സപ്പിൽ എനിക്ക് ഇട്ട് തന്നതെന്ന് എനിക്ക് ഇന്നും അറിഞ്ഞുകൂടാ. ഞാൻ ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് പോലും അത് കോളൊന്നും എടുത്തിട്ടില്ല. അത് മാതാവ് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അപ്ലൈ ചെയ്തു. 1.5 മാസമായപ്പോൾ തന്നെ എന്നെ അവിടെ നിന്ന് എക്സാമിന് വിളിക്കുന്നു. അത് കിട്ടി. എനിക്ക് ആ ജോലി, പെർമനൻ്റ് ജോലി കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടിയിൽ വെച്ചതായിരുന്നു ആ ജോലി അപ്രൂവൽ ആവണം. അപ്പോൾ നമുക്ക് ഒത്തിരി ലാഗാവും അപ്രൂവൽ ആവാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിൽ. അപ്പോൾ ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിൻ്റെ കൂടെ. ഞാൻ ഓരോ ഓഫീസ് കയറി ഇറങ്ങുമ്പോഴും ഉപ്പും എല്ലാം കൊണ്ടാണ് പോകുന്നത്. ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഉപ്പൊക്കെ അവരുടെ മേശയിൽ അവരറിയാതെ തന്നെ ഞാൻ ഇടുമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഈ ജൂൺ 11-ാം തീയതി എൻ്റെ അപ്രൂവൽ ഓർഡർ വന്നു. അങ്ങനെ മാതാവിനെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ മകനാണ്, അവന് അലർജി IG ലെവല് 60 പാടുള്ളൂ അവർക്ക്, കുഞ്ഞുങ്ങൾക്ക്. അവന് 5001 ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവന് എപ്പോഴും ചുമയും തുമ്മലും ആൻറ്റിബയോട്ടിക് മാസം തോറും യൂസ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി. അപ്പോൾ ഇവന് IG ലെവൽ കുറയുന്നേ ഇല്ല മെഡിസിൻ എടുത്തിട്ട്.
അങ്ങനെ ലെവൽ കുറയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പോൾ അവർ പറഞ്ഞു ഇനി ഇതിൽ നിന്നില്ലെങ്കിൽ സ്പ്രേ ചെയ്യേണ്ടി വരും, അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് കിട്ടിയ നമ്മുടെ ഉടമ്പടി തൈലവും ഉപ്പും എന്നും അവൻ്റെ നാവിൽ വെച്ച് അവന് കുരിശ് വരച്ച് കൊടുക്കും. പിന്നീട് അത് കുറച്ച് നാൾ മെഡിസിൻ ഞാൻ തന്നെ സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് അവന് വീണ്ടും ഇതുപോലെ ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഞാൻ മാതാവിനെ സമർപ്പിച്ച് അവന് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഇതുവരെ ഇപ്പോൾ ഏകദേശം 1 വർഷത്തോളമായി അവന് അലർജിയോ മെഡിസിനോ ആൻറ്റിബയോട്ടിക്കോ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഹസ്ബൻഡ് CRPF പ്രൊമോഷൻ ആവണ ട്രെയിനിങ് സമയത്ത് വയറുവേദന വന്നു. ഹസ്ബൻഡിന് കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ട്. അപ്പം അതിൻ്റെ പെയിൻ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത സമയത്ത് ഇവിടുത്തെ ഉടമ്പടിത്തെല്ലാം ഹസ്ബൻഡിന് കൊടുത്തു വിടും. അങ്ങനെ ഞാൻ പറഞ്ഞു ഒന്നുകൊണ്ട് പേടിക്കണ്ട, ആ ഉടമ്പടി തൈലം വയറ്റിലേക്ക് പുരട്ടിയാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അത് പുരട്ടി വയറുവേദന മാറി. ഇവിടെ വന്ന് സ്കാൻ ചെയ്ത സമയത്ത് കിഡ്നിയിൽ ഒരു സ്റ്റോണും ഇല്ലാതെ ദൈവം വളരെ മനോഹരമായി അനുഗ്രഹിച്ചു. ഇത്രയും അനുഗ്രഹം തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. പത്രം പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടുന്ന് പത്രം വാങ്ങിക്കൊണ്ട് പോവും. അത് ബസ് സ്റ്റോപ്പിൽ പോയി എല്ലാവർക്കും കൊടുക്കും. ചിലവരൊന്നും വാങ്ങാറില്ല, എന്നാലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കൊടുക്കാറുണ്ട്. കാരുണ്യ പ്രവൃത്തി, ഞാൻ വൃദ്ധസദനത്തിൽ പോയി അവർക്ക് അമ്മമാരോട് കുറച്ച് നേരം ഇരിക്കും, അവർക്കത് വലിയ സന്തോഷമാണ്. പിന്നെ എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്യാറുണ്ട്. അതുപോലെ സ്കൂളിൽ ഒത്തിരി പാവപ്പെട്ട കുട്ടികളുണ്ട്, അപ്പോൾ അവർക്ക് കഴിയുന്ന വിധത്തിലുള്ള സഹായങ്ങളും ഞാൻ ചെയ്യാറുണ്ട്. പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന എന്നും ചെയ്യാറുണ്ട്, ജപമാല ചൊല്ലാറുണ്ട്. അതോടൊപ്പം പള്ളിയിലും എന്നും സജീവമായി പങ്കെടുക്കാറുണ്ട്. എല്ലാം തന്നെ ഈശോയ്ക്കും അമ്മയ്ക്കും 1000 തന്നെ. ഇനിയും ഞാൻ എൻ്റെ ഉടമ്പടിയിൽ തന്നെ ഞാൻ മരണം മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ കർണാടക, എൻ്റെ പേര് ലവ്ലി തോമസ്, ഹസ്ബൻഡിൻ്റെ പേര് തോമസ്. ഞങ്ങൾ വരുന്നത് സെൻറ്റ് മേരീസ് ചർച്ച് ബെളുവായിൽ, കർണാടകയിൽ നിന്നാണ്. ഞങ്ങൾ ആദ്യമായി ഇവിടെ വരുന്നത് 2023 19-ാം തീയതി, ഡിസംബർ 19-ാം തീയതിയാണ്. അന്ന് ഞങ്ങളിവിടെ വരുമ്പം ഒരുപാട് കടവും കയറി കിടക്കാൻ ഒരു സ്ഥലവും സ്വന്തമായിട്ട് വാടക എടുക്കാൻ പോയിട്ടുള്ളൊരു പണി ഞങ്ങൾക്കില്ലായിരുന്നു. അത്ര ബുദ്ധിമുട്ട് ജീവിക്കുന്ന സമയത്താണ് ഞങ്ങളോട് പള്ളിയിൽ നിന്ന് ഒരാളാണ് ഞങ്ങൾ ഇങ്ങോട്ട് വിട്ടത്, ഒന്ന് കൃപാസനം പോയിട്ട് വരാൻ പറഞ്ഞുകൊണ്ട്. ഞങ്ങളങ്ങനെ ഇവിടെ വന്നപ്പോൾ മക്കളൊന്നും കൂടെ വന്നൊന്നുമില്ല, ഞങ്ങൾ 2 പേരും വന്നു. ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി ഉടമ്പടി എടുക്കണമെന്ന്. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് ആ 5 നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി. ചെന്നപ്പോൾ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ സ്ഥലം നോക്കാൻ തുടങ്ങി. എവിടെയെങ്കിലും 5 സെൻറ്റ് സ്ഥലം മേടിക്കണം എന്നോർത്ത്. കയ്യിൽ 5 പൈസയൊന്നുമില്ല, എന്നാലും ഞങ്ങളിലൊരു വിശ്വാസത്തോടു കൂടി അവിടെ ഇവിടെ എല്ലാം സ്ഥലം നോക്കി. അങ്ങനെ ഞങ്ങൾ ലോണൊക്കെ എടുക്കാൻ പോയി. ലോണൊന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരാൾ ഞങ്ങളോട് തന്നെ പറഞ്ഞു ആ സ്ഥലം ഇവിടെ ഉണ്ട്, ഇവിടെ വന്ന് 1 വർഷം കൊണ്ട് ഞങ്ങൾ നോക്കുമായിരുന്നു അവിടെ ഇവിടെയൊക്കെ സ്ഥലം. ഞങ്ങൾക്ക് എങ്ങും കിട്ടുന്നില്ലായിരുന്നു. കാരണം ഞങ്ങളുടെ അതിനുള്ള പൈസ ശരിയാവത്തില്ല, ഞങ്ങളുടെ നോക്കിയൊത്ത സ്ഥലം ശരിയാവുന്നേ ഇല്ലായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ആ സ്ഥലം പോയി കണ്ടു. സെൻറ്റിന് 28,000 വീതം. അങ്ങനെ 7.5 സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് അവിടെ മേടിക്കാൻ വേണമെങ്കിൽ 5 പൈസ വരെ കഴിഞ്ഞില്ല. ബാങ്കുകാർ അന്നേരം ഞങ്ങൾ പിന്നെയും പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല, തരാൻ പറ്റത്തില്ല, അതിൻ്റെ നിങ്ങളുടെ പേരെല്ലാം ഇതായിപ്പോയി, നേരത്തെ എടുത്ത ലോൺ ഉണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അങ്ങനെ വിട്ടു. അന്ന് വൈകിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ ആ സ്ഥലം ഞങ്ങൾക്ക് വാങ്ങി തന്നാൽ ഞാൻ അവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന്. അങ്ങനെയാണ് പിറ്റേ ദിവസം ആ ബാങ്കുകാർ ഞങ്ങളെ വിളിച്ചിട്ടാണ് പറയുന്നത് നിങ്ങളുടെ ലോണ് പാസ്സായി വന്നാൻ പറഞ്ഞോണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് പക്ഷെ അത് പൈസ തികയത്തില്ലായിരുന്നു. പിന്നെ കയ്യിലുണ്ടായിരുന്ന സ്വർണം എല്ലാം കൊണ്ടുപോയി വെച്ചു. അങ്ങനെ ഞങ്ങൾ ആ സ്ഥലം വാങ്ങിച്ചു. അതേപോലെ തന്നെ മോള് എയർടെൽ കമ്പനിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവൾക്ക് ശമ്പളവും കുറവാണ്, പിന്നെ അവിടെ പെർമനൻ്റ് ആയിട്ട് ജോലി അവർ ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. മോളുടെ കയ്യിൽ ഉടമ്പടി തൈലവും പുരട്ടി ഉപ്പും കൊടുത്തു വിട്ടു. മോളെ എന്നും പ്രാർത്ഥിക്കണം. ഇവിടുത്തെ പത്രവും ഞാൻ കൊടുത്തു വിട്ടായിരുന്നു. അങ്ങനെ അവൾ അതും വെച്ച് അവളും പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് 6 മാസം കഴിഞ്ഞപ്പോഴാണ് അവൾക്കൊരു നല്ലൊരു കമ്പനിയിലേക്ക് അവൾക്ക് പെർമനൻ്റ് ആയിട്ട് ജോലിയും കിട്ടി. അവൾക്ക് നല്ല ശമ്പളത്തോടുകൂടി അവളും ജോലി ചെയ്യുന്നു. യേശുവേ നന്ദി.
ഈശോയ്ക്കും മാതാവിനും ഒത്തിരി നന്ദി. അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് കടം, പറഞ്ഞില്ല, ഒരുപാട് കടം, അത് വീട്ടിൽ നിന്ന് എങ്ങനെയാണെന്ന് പോലും അറിയാതെ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ട് ഇവിടെ വരുന്നതൊക്കെ ചെയ്തത്. ആ സമയത്താണ് ജോലി, ഞങ്ങൾ റബ്ബർ വെട്ടാൻ തുടങ്ങി. അന്നേരം ഞങ്ങൾക്ക് നല്ലൊരു പണി കിട്ടി, നല്ലൊരു വാടക വീട് കിട്ടി. അവിടെ നിന്നുകൊണ്ട് കടങ്ങളെല്ലാം വീടാൻ സാധിച്ചു. ഉണ്ടായിരുന്ന കടവും വീടി, അതുപോലെ ഞങ്ങൾ സ്ഥലത്തിനെടുത്ത കടവും വീടി. ഇന്ന് ഞങ്ങൾക്ക് സ്വന്തമായി 7.5 സെൻറ്റ് സ്ഥലമായി, മോക്ക് നല്ലൊരു ജോലിയായി, ഞങ്ങൾക്ക് അത്യാവശ്യം പണിയായി. അതേപോലെ തന്നെ യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അതുപോലെ എൻ്റെ കൈവേദന, കൈ ഇങ്ങനെ പൊങ്ങൂലായിരുന്നു ഈ കൈ. അത് ഇവിടുന്ന് ഞാൻ കൊണ്ടുപോയ തൈല എന്നും പുരട്ടുമായിരുന്നു. പ്രാർത്ഥിച്ച് പുരട്ടി അമ്മയോട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണവും ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എപ്പോഴും എൻ്റെ കൈവേദന പോയെന്ന് പോലും അറിയത്തില്ല. കാരണം ഇങ്ങനെ കൈ പൊക്കിയത് ചെയ്യാൻ, ഇപ്പോൾ ഈ കൈ കൊണ്ട് ഞാൻ റബ്ബർ വെട്ടുകയും പാലെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, പണിയെല്ലാം ചെയ്യുന്നുണ്ട്. എന്നിട്ട് എൻ്റെ കൈ എൻ്റെ തലമുടി ഇന്ന് ശരിക്കും കെട്ടാൻ പറ്റാത്ത രൂപത്തിലായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഇന്നെനിക്ക് കൈ പൊങ്ങി കൈ നല്ലപോലെ പൊങ്ങുകയൊക്കെ ചെയ്യും, ഒരു കുഴപ്പമില്ല കൈക്ക്, സാധാരണ കൈ പോലെ തന്നെയായി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അതേപോലെ തന്നെ മോൻ്റെ ആണെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് അത് അവൻ കൊടുത്തിട്ട് ഞങ്ങൾ 2 വർഷത്തോളം ഞങ്ങൾ കോർട്ടിൽ കേസ് കളിച്ചുകൊണ്ടിരുന്നു. ഒരു കാരണവശാലും അത് ശരിയായി കിട്ടുന്നില്ലായിരുന്നു. വക്കീലെന്ന് പറഞ്ഞു അത് ആവും തോന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ഉടമ്പടി എടുത്ത് അവൻ്റെ ഉപ്പും, അവൻ കോർട്ടിൽ പോകാൻ നേരത്തെ അവൻ്റെ ഉപ്പും നെറ്റിയിൽ ഇവിടുത്തെ തൈലവും പുരട്ടി കൊടുത്തു, പത്രവും കൊടുത്തു വിട്ടു. അവനത് 6 മാസത്തിനുള്ളിൽ, ഞങ്ങൾ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് 6 മാസത്തിനുള്ളിൽ ഞങ്ങൾക്കതും ശരിയായി കിട്ടി, ബർത്ത് സർട്ടിഫിക്കറ്റും ശരിയായി കിട്ടി. ഇനി അവന് നല്ലൊരു ജോലിക്ക് വേണ്ടി ഇനിയും വെച്ച എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട്. ഞാൻ വെച്ച നിയോഗങ്ങളെല്ലാം എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് മദ്യപാനിക്കും, നല്ല പുകവലിക്കുമായിരുന്നു. ഒരു ദിവസം ഒരു കെട്ട് വീടിയൊക്കെ ആയിരുന്നു വലിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ മദ്യപാനം എന്നും ഇല്ലെങ്കിലും സാധാരണ ഒരു മദ്യപാനമൊക്കെ ഞങ്ങളൊക്കെ ആകുന്നത്രയും പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും നിർത്തത്തില്ലായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഇവിടെ വന്നിട്ട് ഇവിടുന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു ഇനി ഞാൻ മദ്യപിക്കത്തുമില്ല, പുക വലിക്കത്തുമില്ലെന്ന്. ഇന്നിപ്പോൾ 3 വർഷമായി, ഇതുവരെയും പുള്ളിക്കാരൻ മദ്യപിക്കുകയോ പുക വലിക്കുകയോ ചെയ്തിട്ടില്ല. അമ്മ മാതാവേ തന്ന അനുഗ്രഹത്തിനെല്ലാം നന്ദി. ഇനിയും മുമ്പോട്ട് ഉടമ്പടിയിൽ ഇനിയും ജീവിക്കുവാനുള്ള അനുഗ്രഹം തരണമേ. പ്രേക്ഷിത പ്രവർത്തനം പത്രം ഞാൻ കൊടുക്കും, കന്നഡ പത്രമാണ് കൊണ്ടുപോകുന്നത്, കന്നഡ പത്രം കൊടുക്കും. പിന്നെ ആശുപത്രികളിൽ പോയി രോഗികളെ കാണും, രോഗികളെ അടുത്ത് നിൽക്കാൻ പറ്റുന്നിടത്തോളം ഞാൻ രോഗികളുടെ അടുത്ത് പോയി നിൽക്കാറുണ്ട്. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്, അയൽവക്കക്കാർക്കും അങ്ങനെ എന്നെക്കൊണ്ട് കാണുന്ന ഉപകാരങ്ങൾ എല്ലാവർക്കും ചെയ്യാറുണ്ട്. ആത്മീയ ജീവിതം, സന്ധ്യയ്ക്ക് പ്രാർത്ഥന, ജപമാല. നേരത്തെ ഞങ്ങൾ അങ്ങനെ സന്ധ്യപ്രാർത്ഥനയൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് അത്താഴം ഉണ്ടില്ലെങ്കിലും സന്ധ്യപ്രാർത്ഥന ഇല്ല, എന്നും ജപമാല ചൊല്ലിയെങ്കിലും പറ്റൂല. എന്നും ജപമാല ചൊല്ലും, കുർബാനകൾക്ക് പോകും, കുമ്പസാരിക്കും, ബൈബിള് വായിക്കും, ജപമാല ചൊല്ലും, അച്ഛൻ്റെ ധ്യാനം കേൾക്കും യൂട്യൂബിൽ. ഡെയിലി പ്രയർ, രാവിലെയും വൈകിട്ടുമുള്ള പ്രയർ ചെയ്യും. എല്ലാവരും തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും ഉയർത്തിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഞാൻ രമ്യ വർഗീസ്, പെരുമ്പാവൂർ കീഴിലം സെൻറ് തോമസ് മലങ്കര കാത്തലിക് ദേവാലയത്തിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മക്കൾ എയ്വൻ, എയ്ഡൻ, എയ്ബൽ. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2021 നവംബർ 1-ാം തീയതിയാണ്. ഞാൻ ഇവിടെ വരാനുണ്ടായ സാഹചര്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗാവസ്ഥയുമായിട്ടാണ്. അന്ന് അച്ഛനുമായിട്ട് പ്രാർത്ഥിക്കാൻ ഇടയായി. അപ്പോൾ എൻ്റെ മനസ്സിൽ അച്ഛൻ ഹസ്ബൻഡിനെ തൊട്ട് അനുഗ്രഹിച്ചതിന് ശേഷം എൻ്റെ മനസ്സിലൊരു ഒരു മെസ്സേജാണ് എനിക്ക് കിട്ടിയത്. കാരണം മാതാവ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒരു ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണം എന്ന ഒരു മെസ്സേജാണ് അച്ഛന് കൊടുത്തത്. അതേപോലെ തന്നെ ഞാൻ ഇവിടെ ആദ്യമായി കടന്നു വന്നപ്പോൾ എൻ്റെ മനസ്സിലും മാതാവ് എനിക്കൊരു മെസ്സേജ് തന്നു. അച്ഛൻ എന്നെ ആശ്വസിപ്പിച്ചു, എൻ്റെ തോളത്ത് തട്ടി ആശ്വസിപ്പിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ അത് ഏറ്റെടുത്തു. എനിക്കറിയാം എന്തോ ദുരന്തം വരാൻ പോകുന്നു എന്ന്, എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നും എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ അതിൻ പ്രകാരം മുന്നോട്ട് പോയി. അതിൽ ഏകദേശം ഇവിടുന്ന് പോയതിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് മരിച്ചു. ഞാൻ അതിനുശേഷം 2022 ഡിസംബർ 20-ാം തീയതി ദൈവം എന്നെ ഒരു ഉടമ്പടിയിൽ എങ്ങനെ ജീവിക്കണമെന്നും ഒറ്റയ്ക്ക് ഒരു ഭൂമിയിൽ
എൻ്റെ ദൈവവും എൻ്റെ മാതാവും മാത്രമായി ഞാൻ എങ്ങനെ ജീവിക്കുന്നു എന്ന് ഞാൻ ഇപ്പോഴും നിങ്ങളെല്ലാം ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ ഈ സാക്ഷ്യം എല്ലാവരുടെയും മുന്നിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അതൊരു മെസ്സേജായി ഏറ്റെടുത്തു. അതിന് പ്രകാരം ഞാൻ തളർന്നില്ല. എനിക്ക് എന്തോ ഒരു ശക്തി ദൈവം എനിക്ക് തന്നു. കാരണം നിനക്ക് യെശയ്യാ 54:5 എന്ന വചനമാണ്. ഞാൻ അങ്ങനെ വചനമൊന്നും ബൈബിൾ ചെറുപ്പം തൊട്ടേ വായിക്കും, പള്ളിയിൽ പോകും, ഭയങ്കര മാതാവിൻ്റെ ഭക്തിയൊക്കെയാണ്. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൽ ആ വചനം അങ്ങനെ മനസ്സിൽ എപ്പോഴും അത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് സൃഷ്ടാവാണ് നിൻ്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ ദൈവം എന്നാണ് അവൻ്റെ നാമം. ആ വചനം എപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ പ്രകാരം ഞാൻ കൂടുതൽ ശക്തി പ്രാപിച്ചു. ഉടമ്പടി വസ്തുക്കൾ ഞാൻ ഉപയോഗിക്കും. അങ്ങനെ ഉടമ്പടിയിൽ പൂർണ്ണമായിട്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ ഞാൻ ഒരു കുറവും ഈ ജീവിതത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. എൻ്റെ ദൈവത്തോട് ഞാൻ ഒന്നും ചോദിക്കാറില്ല. അതിനുശേഷം ഞാൻ ഇത് 6ാമത്തെ പുതുക്കലാണ്. ഞാൻ ഒരു ഉടമ്പടി നിയോഗം പോലും ഞാൻ അതിൽ എഴുതിയിട്ടില്ല. ഞാൻ ഇത്ര മാത്രം എഴുതും എന്നും വന്നിട്ട്, ദൈവമേ, നീ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നതും ഞാൻ നിന്നിൽ നിന്ന് സ്വീകരിക്കേണ്ടതുമായ അനുദിന ജീവിതത്തിന് വേണ്ടിയല്ല, നിത്യത എന്നൊരു ഇറ്റേണൽ ലൈഫ്, അതിനു വേണ്ടി മാത്രമായിരിക്കണമേ എന്ന് മാത്രമാണ് ഞാൻ അതിലെഴുതുന്നത്. ഇറ്റേണൽ ലൈഫ് എന്നൊരു നിത്യത എന്നൊക്കെ നമ്മൾ ചെറുപ്പം തൊട്ട് കേൾക്കാറുണ്ടെങ്കിലും പക്ഷേ ഇത്രത്തോളം വിലയുള്ളതാണെന്ന് മനസ്സിലാക്കി തന്നത് ആ ഒരു ഉടമ്പടിക്ക് ശേഷമാണ്. കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും ലൗകികമായി ആഗ്രഹിക്കുന്നവരാണ്. ഫാമിലി, ജീവിതം, എല്ലാ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കും. അപ്പോൾ പക്ഷേ നമ്മൾ ദൈവത്തെ അതിൻ്റെ ഒരു സെക്കൻഡ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കാറില്ല. പക്ഷേ എനിക്ക് പിന്നെ അതിന് ശേഷം ഈ ദുരന്തം പോകുന്നു എന്ന് മാതാവ് പറഞ്ഞതിന് ശേഷം എൻ്റെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റേണിറ്റിയാണ്. ബാക്കി എനിക്ക് എല്ലാം എൻ്റെ ജീവിതത്തിൽ വന്നോട്ടെ, എനിക്ക് ഒരു പ്രശ്നവുമില്ല. കാരണം ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിലൊരു ചിന്തയായിട്ട് ഇങ്ങനെ പോകും. ഓരോ കാര്യങ്ങളും, ഓരോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഓരോ പ്രതിസന്ധികളും ദൈവത്തെ ഞാൻ മുറുകെ പിടിക്കും. ദൈവമേ ഇങ്ങനെ വന്നുള്ളൂ. പിന്നെ ഒരു 2 ദിവസത്തിന് ശേഷം പിന്നെ അതെനിക്കൊരു സന്തോഷമായി മാറും. അത് എവിടെ നിന്നാണെന്ന് എനിക്കറിയില്ല, അത് അങ്ങനെയായി മാറുന്നു. അതിൽ ഓരോരോ കാര്യങ്ങളും ഞാൻ പറയുകയാണ്. ഏകദേശം ഒരു 15 വർഷമായി ഞാൻ ഒരു PSC ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ അത്യാവശ്യം പഠിക്കുന്ന കൂട്ടത്തിലാണ്. ഒരു അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ പലപ്പോഴും PSCയിൽ ഫസ്റ്റ് 10 റാങ്കിന് മുമ്പിൽ വരും. പക്ഷേ അന്നൊക്കെ ഒന്നില്ലെങ്കിൽ അത് റിജക്റ്റ് ആയി പോകും, അല്ലെങ്കിൽ എൻ്റെ ലിസ്റ്റിൽ നിന്നത് വിളിക്കില്ല. അപ്പം ഞാനൊരു താൽക്കാലികമായ ഒരു ജോലിക്ക് തുടർന്നുകൊണ്ടിരുന്നു. അപ്പം ഞാൻ ഈ ഒറ്റയ്ക്കായ ജീവിതത്തിൽ എനിക്ക് മക്കളെ നോക്കണം. അപ്പം എനിക്കത് പറ്റില്ല. അപ്പം ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ എത്ര PSC എഴുതിയിരിക്കുന്നു, ലിസ്റ്റിലുണ്ട്, പക്ഷെ ദൈവമേ എനിക്ക് നീ എന്താ തരാത്ത എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അപ്പോൾ ഏകദേശം 1 മാസം ഇല്ല, 2 ലിസ്റ്റ് ഏകദേശം ഒരേപോലെ വിളിക്കുകയാണ്. ഏകദേശം 1 വർഷത്തിൻ്റെ ഒരു ഇട ഉണ്ടായിരുന്നു ജോയിൻ ചെയ്യുന്നതിന്. അത് ഞാൻ മലപ്പുറം ജില്ലയിൽ താലൂക്ക് ആശുപത്രി ജോലി ചെയ്തു. ഇപ്പോൾ ഞാനത് മെഡിക്കൽ കോളേജിൽ ഒരു സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പം അങ്ങനെ എനിക്ക് ആ PSC 2 ജോലി എനിക്ക് തന്നു. ഞാൻ ഒന്നിൽ നിന്ന് ട്രാൻസ്ഫർ ആയിട്ടാണ് ഇപ്പോൾ തൃശ്ശൂർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ മാതാവും എൻ്റെ ഈശോയും എനിക്ക് ആ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് തന്നത്. കാരണം ആരുടെയും മുന്നിൽ ഞാൻ ഒരു പരിഹാസ വസ്തുവോ അല്ലെങ്കിൽ ഒരു പണത്തിന് വേണ്ടി ഞാൻ മക്കളെ നോക്കാൻ വേണ്ടി ഞാൻ ആരുടെയും മുന്നിൽ എന്നെ ദൈവം അനുവദിക്കില്ല. അതെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. രണ്ടാമതായിട്ട് ഞങ്ങൾ നിലമ്പൂരാണ് താമസിച്ചിരുന്നത്. നിലമ്പൂർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, ഒരു വനമേഖലയാണ്. ഒരു 10-25 കിലോമീറ്റർ ദൂരം വരണം ഒരു ടൗണിലേക്ക് എത്താൻ. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ജോലി കിട്ടി. ദൈവമേ, ഒരു സാധാരണ വീടാണ്, ഓടിട്ട ഒരു വീട്. ആ വീട്ടിൽ പ്രളയവും ആ ഏരിയ എന്ന് പറഞ്ഞാൽ പ്രളയവും ഭയങ്കര മൃഗങ്ങളുടെ ശല്യമൊക്കെ ഉള്ളതാണ്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു, ദൈവമേ, ഈ മക്കളെയും കൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കും? ദൈവം എനിക്കൊരു വീട് തരുമോ എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ ദൈവം ഞാൻ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ ജോലി കിട്ടി. അപ്പോൾ അതിന് പ്രകാരം ഒരു വീട് വാങ്ങാൻ, അപ്പോൾ അനിയത്തി ഒക്കെ വീട് കണ്ടു തുടങ്ങി. ആദ്യമായിട്ടൊരു വീട് എന്നെ കാണാൻ വിളിച്ചിട്ട് ഞാൻ അവിടെ ചെന്നു. അപ്പോൾ വീടിൻ്റെ ഒരു മൂലയ്ക്ക് ഞാൻ ഉപ്പ് കൊണ്ടുപോയിരുന്നു, ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയ ഉടമ്പടി ഉപ്പ് ഞാൻ അവിടെ തേച്ചു. അത് വീടിൻ്റെ കോർണറിൽ തേച്ചിട്ട് ഞാൻ പറഞ്ഞു, ദൈവമേ, നീ എനിക്ക് തരാനാണെങ്കിൽ ഈ ഒരു വീടിന് ഞാൻ അങ്ങയുടേതാക്കി മാറ്റിയാണ്, എനിക്കിതിലൊരു അവകാശവുമില്ല. അതിന് പ്രകാരം എനിക്ക് ആ വീട് അനുവദിച്ചു തന്നു. ഏകദേശം ടൗണിൽ
ഒരു നല്ലൊരു വില വരുന്ന ഒരു സ്ഥലവും വീടുമായിട്ട് ഞങ്ങൾക്കത് തന്നു. വളരെ നിസ്സാരമായ പലിശയ്ക്ക് ദൈവം അത് അനുവദിച്ചു തന്നു. ഇപ്പോഴും എല്ലാവരും ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും പൈസയ്ക്ക് ഇത്രയും ടൗണിൽ ഒരു വീട് ദൈവം? അപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി എനിക്ക് ഓരോന്നോരോന്നായി ദൈവം എനിക്ക് തരികയാണ്. അതിൽ കൂടുതലെന്ന് വെച്ചാൽ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് പിതാവായ ദൈവത്തോടൊരു സ്നേഹം വരിക. സ്നേഹം എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം ഉണ്ട്, പുത്രനെ നൽകി നമ്മളെ രക്ഷിച്ചു എന്നൊക്കെ നമ്മൾ വിശ്വസിക്കും. പക്ഷെ പിതാവായ ദൈവത്തോട് ഞാൻ എപ്പോൾ പ്രാർത്ഥനയിലായിരിക്കുമ്പോഴും കണ്ണടയ്ക്കുമ്പോഴും എനിക്ക് പിതാവിൻ്റെ രൂപം മനസ്സിൽ വന്നിട്ട് ഞാൻ പിതാവിൻ്റെ കഴുത്തേൽ 2 കൈയിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന എപ്പോഴും ഒരു ദർശനമാണ്. ഞാൻ പലപ്പോഴും അത് മാറ്റാൻ ശ്രമിക്കും. കാരണം വലിയ മഹത്വകരമായ ഒരു പിതാവിൻ്റെ കഴുത്തിൽ കാലിൽ പിടിക്കേണ്ടതല്ലേ എന്നൊക്കെ പലപ്പോഴും ചിന്തിക്കും. പക്ഷെ എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് തോന്നുക. ഞാൻ ചോദിക്കും, പിതാവായ ദൈവത്തെ, തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് നമ്മെ രക്ഷിക്കാൻ വേണ്ടി പിതാവ് അത്ര സ്നേഹം കാണിച്ചു. അപ്പോൾ ഞാൻ പിതാവിനോടാണ് എല്ലാം ചോദിക്കുന്നത്, അങ്ങയുടെ പുത്രനെ മഹത്വപ്പെടുത്താൻ ഇടവരുത്തണം. എൻ്റെ ഓരോ നിമിഷവും എൻ്റെ ഓരോ ദിവസവും ഞാൻ അങ്ങയുടെ പുത്രനെ മഹത്വപ്പെടുത്താൻ വേണ്ടി ഇടവരുത്തണമേ എന്ന് ഞാൻ പിതാവിനോട് എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒന്നിനും നന്ദി പറയുന്നതെന്ന് വെച്ചാൽ, നന്ദി പറയുന്നത് പിതാവായ ദൈവം ഈ പുത്രനെ ഈ ലോകത്തിലേക്ക് തന്നതിന് മാത്രമേ ഞാൻ നന്ദി പറയാറുള്ളൂ. കാരണം നമ്മൾ അതിൻ പ്രകാരം ആ പുത്രൻ്റെ സ്നേഹം ഞാൻ ഈ ഉടമ്പടിയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. നിത്യതയിലൂടെ നമ്മൾ ഈ ലോകത്ത് പ്രവർത്തിക്കുന്നതും പ്രവർത്തിക്കേണ്ടതും എല്ലാം നിത്യതയ്ക്ക് വേണ്ടിയായിരിക്കണം. ബാക്കി എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ പോലും അതിലൊന്നും തളരാനോ അതിനുവേണ്ടി കരഞ്ഞിരിക്കാനോ ഞാൻ ഇതുവരെ എന്നെ ദൈവം ഇടയാക്കിയിട്ടില്ല. പിന്നെ ഞാൻ പറയാറുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ ചെറിയ മോൻ്റെ ഒരു രോഗസൗഖ്യമാണ്. ഒരു ദിവസം രാവിലെ അവൻ്റെ ഒരു സ്ക്രോട്ടൽ ഏരിയയിൽ നല്ല രീതിയിൽ സ്വെല്ലിങ് വന്നു. അപ്പോൾ സ്വെല്ലിങ് വന്ന് നല്ല രീതിയിൽ ചുമന്നിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി തൈലം വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ അതിൽ പുരട്ടി. ഒരു ഡോക്ടറെ ഒന്നും കാണിച്ചില്ല. എനിക്കെന്തോ ഒരു ധൈര്യം തന്നു. നല്ല രീതിയിൽ സ്വെല്ലിങ് ആയിരുന്നു. അപ്പോൾ 2 ദിവസം ഞാനത് പ്രാർത്ഥിച്ചു, ഉടമ്പടി തൈലം തേച്ചു. രാവിലെയും വൈകുന്നേരം ഉടമ്പടി തൈലം തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഇത് അങ്ങേക്ക് അറിയാമല്ലോ, എൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അറിയാമല്ലോ. എനിക്ക് ഒരു രോഗത്തിൻ്റെ പുറകെ നടക്കാൻ എനിക്ക് ഇനിയാവില്ല. നീ അത് ഏറ്റെടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിന് പ്രകാരം അത് ദൈവം അത്ഭുതകരമായി സൗഖ്യം നൽകി. പിന്നെ ഞാൻ എൻ്റെ ജോസഫച്ചൻ എല്ലാ ആഴ്ചയിലും ധ്യാനത്തിൽ എനിക്കൊരു ബൂസ്റ്റാണത്. കാരണം ഞാൻ എന്തെങ്കിലും എൻ്റെ മനസ്സിൽ തോന്നിയാൽ അതിൻ്റെ ഉത്തരമായിട്ടാണ് ജോസഫച്ചൻ്റെ ഓരോ ധ്യാനവും എനിക്ക് തരുന്നത്. അപ്പോൾ ഞാൻ എന്നും എൻ്റെ മനസ്സിൽ ചിലപ്പം ദൈവത്തിൽ ആശ്രയിച്ചാൽ പോലും എൻ്റെ ബുദ്ധിമുട്ടുകൾ എനിക്ക് സഹിക്കാൻ പറ്റാവുന്ന തരത്തിലാകുമ്പോൾ ഞാൻ പറയും, ജോസഫച്ചൻ്റെ ധ്യാനം കൂടും. വെറുതെ ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴും അല്ലാതെയൊക്കെ ജോസഫച്ചൻ്റെ ധ്യാനം കൂടുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് അതിൽ നിന്ന് തരും. അപ്പോൾ എനിക്ക് ഏറ്റവും നൽകിയ എനിക്ക് എൻ്റെ മനസ്സിനെ ബോധ്യപ്പെട്ട ഒരു വചനം എന്ന് പറഞ്ഞാൽ വിലാപങ്ങൾ 3:27. യൗവനത്തിൽ മുഖം വഹിക്കാൻ കർത്താവിന് പ്രീതികരമാണ്. അത് അവിടുന്ന് തരുമ്പോൾ മൗനമായിരിക്കണം. അതായത് പരാതി പറയരുത്. ഞാൻ ഒരു പരാതിയും പറയുന്നില്ല. പക്ഷേ ദൈവം എന്നെ നടത്തുന്നു. ഏറ്റവും സൗഭാഗ്യകരമായ രീതിയിൽ നടത്തുന്നു. മക്കളെ പഠിപ്പിക്കുന്നു, നല്ല രീതിയിൽ വിദ്യാഭ്യാസം നൽകുന്നു, ജീവിതത്തിൽ എല്ലാ ഉത്തരവാദിത്വങ്ങളും നടത്തുന്നു. അതെല്ലാം ഞാൻ ഈ ഉടമ്പടിയുടെ ബലത്തിലാണ്. അതായത് സഹനങ്ങളിൽ നമ്മൾ തളരുമ്പോൾ ചാരിക്കിടക്കാനുള്ളൊരു ഇടമായിട്ടാണ് ഈ ഉടമ്പടിയെ ഞാൻ കാണുന്നത്. എന്നും ഞാൻ അതിൽ ജീവിക്കാനും ഞാൻ ഇതിലൊരു സാക്ഷ്യം തുടർന്നുകൊണ്ടേയിരിക്കും. അതായത് ഞാൻ ഉടമ്പടി പുതുക്കിയ മാത്രമല്ല, ഞാൻ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും, കുർബാനയിൽ പങ്കുകൊള്ളും. കുർബാന എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഏകദേശം 90 കിലോമീറ്റർ ദൂരമുണ്ട് താമസിക്കുന്ന സ്ഥലത്തുനിന്ന്. അപ്പോൾ 90 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം നിങ്ങൾക്കൊക്കെ ചിന്തിക്കാം. പക്ഷേ ഞാനൊരു 20 കിലോമീറ്റർ ദൂരത്തിൽ യാത്ര ചെയ്ത ക്ഷീണം പോലും എനിക്ക് ഉണ്ടാവില്ല. ഞാൻ 2-2.5 മണിക്കൂർ രാവിലെ പോകും, വൈകുന്നേരം 4:30 ഒക്കെ ആകുമ്പോൾ തിരിച്ചു വരും. ദൈവത്തോട് പോകുമ്പോൾ ഞാൻ ഉടമ്പടി ഉപ്പും അല്ലെങ്കിൽ തൈലവും ഞാൻ സേവിച്ചിട്ടാണ് പോകുന്നത്. എന്നിട്ട് ഞാൻ ദൈവത്തോട് പറയും, ദൈവമേ, ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ശക്തിയാക്കി തരണമേ. കാരണം എനിക്കറിയാം ഇത്രത്തോളം ട്രാവൽ എൻ്റെ ജീവിതത്തിലുണ്ട്. കാരണം എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല, മക്കളുടെ അടുത്ത് വരാതിരിക്കാൻ പറ്റില്ല. പ്രായമായ മാതാപിതാക്കളുള്ളത്. കാരണം അവരെ ശ്രദ്ധിക്കാനും എടുക്കാനും എനിക്ക് വേറെ ജീവിതത്തിൽ ആരുമില്ല. അപ്പോൾ
ദൈവം എനിക്ക് കൂടുതൽ ശക്തി തരും. കൂടുതൽ ശക്തി തരും എന്ന് പറയുമ്പോൾ അതങ്ങ് ഞാൻ ട്രാവൽ ചെയ്യാന്ന് പറയുമ്പോൾ ഒരു സ്കൂട്ടിയിൽ ഒരു 10 മിനിറ്റ് സഞ്ചരിക്കേണ്ടതുണ്ട് രാത്രിയിൽ. അപ്പോൾ ഞാനത് ഏറ്റവും കൂടുതൽ എനിക്കങ്ങ് ഭയങ്കരമായിട്ട് ധൈര്യം തരും. ഞാൻ 121 സങ്കീർത്തനവും മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കൊണ്ട് കൊന്തയൊക്കെ ചൊല്ലിക്കൊണ്ടാണ് പോകുന്നത്. എനിക്കൊരു ബുദ്ധിമുട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ വേറൊരു അനുഗ്രഹം എന്ന് പറയുമ്പോൾ ഇപ്പം ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ ഈ വിലാപങ്ങൾ 3:27 എൻ്റെ മനസ്സിൽ ഇപ്പോൾ എപ്പോഴും നോക്കും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം ആരോഗ്യം തന്നിട്ടുണ്ട്. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ദൈവം എനിക്ക് തന്ന കൃപ മറ്റുള്ളവരിലേക്ക് പകർന്നുകൊണ്ടിരിക്കണം. അതെനിക്കൊരു ഉറച്ച ബോധ്യമാണ് ദൈവം തന്നത്. അതുകൊണ്ട് ഞാൻ അടുത്ത എൻ്റെ മനസ്സിലൊരു ബിസിനസ് സംബന്ധമായ ഒരു ഐഡിയ ദൈവം എനിക്ക് തരികയാണ്. ഒത്തിരി പ്രാർത്ഥിച്ചൊരുങ്ങി ഞാൻ ദൈവത്തോട് ചോദിക്കും, ഇതെൻ്റെ ജീവിതത്തിൽ നടക്കുമോ? കാരണം എനിക്കെല്ലാം കൂടെ സമയമുണ്ടാവുമോ എനിക്കറിയില്ല. ഈശോ അത് പോസിറ്റീവ് മാത്രമായിട്ടാണ് എനിക്ക് തന്നത്. അപ്പം ഞാൻ പറയും, എല്ലാവരും എന്നോട് ചോദിക്കും, നീ എങ്ങനെ ഇതെല്ലാം മാനേജ് ചെയ്യുന്നു? കാരണം ഞാൻ രാവിലെ എഴുന്നേറ്റ് പോകും, അതിനുശേഷം വന്നിട്ട് ഞാൻ ഈ വർക്ക് ചെയ്യും, മക്കളുടെ കാര്യം നോക്കും, അങ്ങനെ എല്ലാ കാര്യം എങ്ങനെ ദൈവം നിനക്ക് അപ്പം ഞാൻ പറയും, എൻ്റെ ദൈവം തൻ്റെ പുത്രനെ മഹത്വപ്പെടുത്താൻ വേണ്ടി എന്നെ ഒരു ഉപകരണമാക്കിയിരിക്കുക. പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നത്? ഞാൻ അങ്ങനെ എൻ്റെ ഒരു ഹോം മെയ്ഡ് ബിസിനസ്, ഫുഡിൻ്റെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഞാനും എൻ്റെ സിസ്റ്ററും കൂടെയാണ് ചെയ്യുന്നത്. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അത് ഓരോ വ്യക്തികൾക്ക് കൊടുക്കുമ്പോഴും ഞാൻ അതിൻ്റെ അകത്ത് ഉടമ്പടി ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഞാൻ പറയും, ദൈവമേ എനിക്ക് ഒരു കഴിവുമില്ല, എനിക്ക് കുക്ക് ചെയ്യാനും എനിക്ക് അറിയേയില്ല. കുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് എനിക്ക് അതിൻ്റെ അകത്ത് ടേസ്റ്റ് വ്യത്യാസം പോലും മനസ്സിലാകാത്തൊരു വ്യക്തി, ഞാൻ കൊടുക്കുന്ന സാധനങ്ങളെല്ലാം എല്ലാവരും പറയുക, എന്തൊരു ടേസ്റ്റ്, എന്താ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നേ എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും, എൻ്റെ ഈശോയെ മഹത്വപ്പെടുത്താൻ വേണ്ടി ദൈവം എന്നെ ഒരു ഉപകരണമാക്കിയിരിക്കുകയാണ്. അത് ഈശോയാണ് ചെയ്യുന്നത്. ഞാൻ ഓരോരുത്തരോടും പറയുന്നുണ്ട്. കാരണം എനിക്കറിയാം എനിക്ക് കുക്ക് ചെയ്യാനുള്ള കഴിവില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു കഴിവും എനിക്കില്ല. അതായത് ഉടമ്പടിയിൽ പറയുന്ന പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഈ ഗ്രേസ് ആണ് ജീവിതത്തിൽ എനിക്ക് പ്രചോദനമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെയുള്ള ഒരു കാര്യം സാക്ഷി എന്ന് പറഞ്ഞാൽ എൻ്റെ ഡ്രൈവിങ്ങിനെ കുറിച്ചാണ്. ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം 2 വണ്ടിയും വീട്ടിൽ കിടക്കുന്നു. ഞങ്ങൾ ഓട്ടോ വിളിച്ച് പോകുന്ന ഒരു ഗതികേടാണ്. എനിക്ക് വണ്ടിയുടെ ഫ്രണ്ടിലിരിക്കുമ്പോൾ പോലും എനിക്ക് ഭയങ്കര പേടിയെന്ന് പറഞ്ഞാൽ ഞാൻ ഓടിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ ദൈവത്തോട് പറയും, ദൈവമേ ഈ വണ്ടികൾ രണ്ടും ഈ വീട്ടുമുറ്റത്ത് കിടന്നിട്ട് എനിക്കിത് വേറെ ഒരു നിവൃത്തിയില്ലല്ലോ, ദൈവമേ എന്നെ സഹായിക്കണം, എനിക്ക് ധൈര്യം തരണമെന്ന് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. അതിന് പ്രകാരം ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി. ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയപ്പോൾ അവിടെയും ഞാൻ വിശുദ്ധ തൈലവും സ്റ്റീറിങ്ങിലൊക്കെ തൈലവും വിശുദ്ധ ഉപ്പും ഉടമ്പടി ഉപ്പും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അതിന് പ്രകാരം എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് കിട്ടി. ഞാനിപ്പോൾ നല്ല തിരക്കുള്ള റോഡിൽ MC റോഡ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല തിരക്കുള്ള റോഡിൽ കൂടെ ഞാൻ ഡ്രൈവിംഗ് ചെയ്യുന്നു. അതെൻ്റെ അമ്മ മാതാവും ഈശോയും എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ എൻ്റെ ജീവിതം ഞാൻ ഇത്രത്തോളം സഹനത്തിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ ദൈവം സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു വചനം എൻ്റെ മനസ്സിൽ പറയുന്നു. അതായത് ഞാൻ ഇത്രയും സഹനത്തിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ എല്ലാവരുടെയും മുന്നിൽ സന്തോഷം എൻ്റെ അടുത്ത് ഞാൻ ഭയങ്കര ബോൾഡാണ്. ഓരോരോ ആൾക്കാരും വരുമ്പോൾ ചോദിക്കും, ഹസ്ബൻഡ് എവിടെയാണ്, ഹസ്ബൻഡ് എന്താ? അപ്പം ഞാൻ നല്ല കൂളായിട്ട് പറയും, ഹസ്ബൻഡ് മരിച്ചുപോയി. പിന്നെ അവർക്ക് ഭയങ്കര സംശയമാണ്. കാരണം ഇതെന്ത് ഈ കൊച്ചിങ്ങനെ പറയുന്നത്? കാരണം അപ്പം ഞാൻ എൻ്റെ ദൈവം എനിക്ക് പണ്ടേ തന്നൊരു ബോധ്യമുണ്ട്. എൻ്റെ ദൈവം എനിക്കെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുകയുള്ളൂ എന്നുള്ളത്. അതിന് പ്രകാരം എനിക്ക് നല്ല ഉറച്ച ബോധ്യമുണ്ട്. അപ്പോൾ അവരും കൂളാവും, ഞാനും കൂളാവും. അതിനുശേഷം പിന്നെ ഇപ്പോൾ ഇവരുടെ പഠിത്ത കാര്യങ്ങൾ നല്ല രീതിയിൽ നോക്കുന്നു, ഉടമ്പടിയിൽ ജീവിക്കുന്നു. ഇനി പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമാണ്. അപ്പം നേഴ്സിംഗ് എന്ന ജോലി ഞങ്ങൾ വളരെ പാവപ്പെട്ട, പഠിക്കാനൊന്നും ഒരു പണവുമൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഈ നേഴ്സിംഗ് എന്ന ജോലി എൻ്റെ മനസ്സിലേക്ക് ഈശോ തന്നു. അപ്പോൾ അന്ന് ലോണൊക്കെ എടുത്താൽ പഠിച്ചേ. പക്ഷേ ഈ നേഴ്സിംഗ് എന്ന ജോലിയിലൂടെ ഈശോയുടെ കരുണ മറ്റുള്ളവരിലേക്ക് കൊടുക്കാനുള്ള ഒരു ഉപാധിയായിട്ട് എനിക്ക് അന്ന് തോന്നിയത്. പക്ഷെ അത് എത്രത്തോളം ഇത്ര മനോഹരമായിട്ട് ഞാൻ ചെയ്യുന്നെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം എനിക്ക് ഒരാളെ കണ്ടാൽ എനിക്ക് ഈശോയുടെ കരുണ ഓർമ്മ വരും. ഈശോയുടെ കരുണ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഗവൺമെൻറ് സെറ്റപ്പിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. അവിടെ വന്ന് ഓരോ രോഗികളും വളരെ കഷ്ടപ്പാടും പ്രയാസങ്ങളും നിറഞ്ഞ ഒരു അനുഭവ രീതിയിലൂടെ കടന്നു പോകുന്ന സ്ഥിര രോഗവും എല്ലാം.
അപ്പോൾ ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ കുട്ടികളുടെ വാർഡിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവരുടെ മാതാപിതാക്കൾക്ക് അവരുടെ ആ ഒരു സാഹചര്യം മനസ്സിലാകും. ഞാൻ അവരോട് സംസാരിക്കും. ഞാൻ എൻ്റെ ഡ്യൂട്ടി സമയം നോക്കാറില്ല. ഞാൻ അവിടെ നിന്ന് സംസാരിച്ച് അവർക്ക് ഈശോയെ കൊടുക്കും. ഈശോയെ കൊടുക്കുമെന്ന് വെച്ചാൽ പ്രധാനമായും കൃപാസനത്തിലെ ധ്യാനം, യൂട്യൂബ് ചാനൽ അതെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കും. പത്രം ഞാൻ ഇപ്പം 3 മാസം കൂടുമ്പോൾ എൻ്റെ പത്രം ഞാൻ നടന്ന് 10-25 കിലോമീറ്റർ ഞാനും മൂത്ത മോനും കൂടെ നടന്ന് കൊടുക്കുമായിരുന്നു. പത്രം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുക, ഈശോയെ പത്രം കിട്ടുന്നില്ല, പത്രം കിട്ടണമെങ്കിൽ ഇത്രയും ദൂരം, അന്ന് ഞാൻ നിലമ്പൂരായിരുന്നു, ഇത്രയും ദൂരം വരണമല്ലോ എന്ന് വിചാരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു പള്ളിയിൽ പോകുമ്പോൾ അവിടെ കാണും 2-3 കെട്ട് പത്രം. ആ പത്രം ഞാൻ അവിടെ നിന്ന് എടുത്ത് ഞാൻ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞാണ് കൊടുക്കുന്നത്. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാണ് കൊടുക്കുന്നത്. കാരണം ഞാൻ ഈ പത്രം കൊടുക്കുന്നതിലൂടെ ഒരു വ്യക്തിയെങ്കിലും ആത്മാവെങ്കിലും രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെടട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊടുക്കും. ഇത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്, താഴെ ഇടരുത്, വളരെ വിശുദ്ധമായി കാത്തുകൊള്ളണം എന്ന് പ്രധാനമായും എല്ലാവരോടും പറഞ്ഞു കൊടുക്കുള്ളൂ. അങ്ങനെ എല്ലാവർക്കും കൊടുത്തു തീർക്കണമെന്നൊന്നുമില്ല. ഞാൻ കൊടുക്കുന്ന പത്രം വ്യക്തമായി പറഞ്ഞ് അവരെ ആഴത്തിൽ ബോധ്യപ്പെടുത്തി ഞാൻ കൊടുക്കും. പിന്നെ ഇപ്പോൾ ഉള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ മെഡിക്കൽ കോളേജിലെ രോഗികൾ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. അവർക്ക് ഞാൻ പത്രം കിട്ടാൻ ഞാൻ ഇവിടെ വരണം. അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനലിൽ പറഞ്ഞു കൊടുക്കും, അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കും. അമ്മമാരോട് പറയും. പിന്നെ അവിടെ ഒത്തിരി ആൾക്കാർ പത്രം കൊണ്ട് കൊടുക്കുന്നുണ്ട്. പത്രം കൊണ്ട് കൊടുത്താൽ വെറുതെ നമ്മൾ കൊടുത്ത് ആ പത്രത്തിൻ്റെ എനിക്ക് ഭയങ്കര വേദനയാണ്. കാരണം പത്രം കിടക്കുന്ന കാണുമ്പോൾ ഓരോരുത്തരും നിലത്തേക്കൂടെ ചവിട്ടി പത്രത്തിൻ്റെ മുകളിൽ പാത്രവും അല്ലെങ്കിൽ അവരുടെ സാധനങ്ങളും എടുത്തു വെക്കാനുള്ള ഒരു സാധനമായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ കൊടുക്കും ഭയങ്കര വേദന. ഞാൻ അതെല്ലാം അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതെല്ലാം പെറുക്കിയെടുത്തിട്ട് ഞാൻ ഒന്നില്ലെങ്കിൽ അവിടെയുള്ള രോഗികൾക്ക് അത് പറഞ്ഞു കൊടുക്കും. ഇതാണ് ഇത്ര മഹത്തമായ പത്രമാണ്, അത് നിങ്ങളിങ്ങനെ സാധനം വെക്കാനുള്ള ഇതല്ല, അതറിയില്ലായിരുന്നു സിസ്റ്റർ, അതുകൊണ്ടാണെന്ന് പറയും. അപ്പോൾ പത്രം കൊടുത്ത് അതെടുക്കും. എന്നിട്ട് ഞാൻ ചവറ്റുകുട്ടയിലും അതൊക്കെ പോയി അവരൊക്കെ കളഞ്ഞെടുക്കുന്ന പത്രം ഞാൻ വേറെ ഉള്ളവർക്ക് കുറേ പഴയതൊക്കെ ആയിരിക്കും, പക്ഷേ ഞാനത് പറഞ്ഞു കൊടുക്കും. പത്രം നിങ്ങളങ്ങനെ കളയരുത് എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇവിടെ വന്ന് ഇവിടുത്തെ യൂട്യൂബ് ചാനൽ ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും ഉണ്ട്. അച്ഛൻ നല്ല രോഗസൗഖ്യ പ്രാർത്ഥന നടക്കുമെന്നെല്ലാം പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഒത്തിരി രോഗികൾ ഇവിടുത്തെ ധ്യാനം എല്ലാ ആഴ്ചയിലും കൂടുന്നവരുണ്ട്. പിന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അത് ഒരാഴ്ചയല്ല, മാസത്തിൽ എനിക്ക് എന്നെ ദൈവം ഇങ്ങനെ തോന്നിപ്പിക്കും. തോന്നിപ്പിക്കും ഒരാളെ കാണുമ്പോൾ ഇവർക്ക് പൈസയുടെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇവർ വളരെ ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നതെന്ന് എൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കും. ഞാൻ അവരുടെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ അത് കറക്റ്റാണ്. കാരണം അവരാഗ്രഹിക്കുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു കൊച്ച് വന്നിരിക്കുകയാണ്, ഒരു ആപ്പിളിന് വേണ്ടി കൊതിക്കുന്ന ഒരു കൊച്ച്. ഒരു ആപ്പിൾ ഈ കാലത്ത് മേടിച്ചു കൊടുക്കാൻ പറ്റാത്ത മാതാപിതാക്കൾ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഭയങ്കര വേദനയാണ്. അങ്ങനെയുള്ളവർ ഞാൻ കണ്ടെത്തി ദൈവം എനിക്ക് ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല അന്നേരം കയ്യിൽ, പക്ഷെ ഞാൻ കൊടുക്കും. ഞാൻ അവരുടെ നമ്പർ മേടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യും. നമ്പർ മേടിച്ച് ഞാൻ അവരുടെ പിന്നെ എനിക്കുള്ള സമയത്ത് ഞാൻ കൊടുക്കുമ്പോൾ ഞാൻ മനസ്സിൽ കരുതും, ദൈവമേ വിധവ ചില്ലിക്കാശ് കൊടുത്തതിൻ്റെ അതേപോലെയാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. പക്ഷേ ഒരാഴ്ചയ്ക്ക് ശേഷം 3 ഇരട്ടി, എനിക്ക് പോലും അറിയില്ല എനിക്ക് എവിടെ എൻ്റെ അക്കൗണ്ടിലേക്ക് ഗവൺമെൻറ്റിൽ നിന്നാണ് ഞാൻ പണ്ട് വർക്ക് ചെയ്ത് അവിടെ നിന്നൊക്കെ ആണെങ്കിലും ഞാൻ ആവശ്യത്തിന് ആ ഒരു പ്രത്യേക നിമിഷം ഞാൻ ആനന്ദിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം എന്നെ എത്രത്തോളം കരുണയോടെ കാത്തു പരിപാലിക്കുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കും. അങ്ങനെ ഓരോ ദിവസവും ഓരോ കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും അല്ലെങ്കിൽ ഓരോരുത്തരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനുള്ള ഒരു ഭാഗ്യം ദൈവം എനിക്ക് തരുന്നുണ്ട്. ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കും, അവരെ ദൈവത്തിങ്കിലേക്ക് ആഴപ്പെടുത്തും. ക്രിസ്തീയ ജീവിതം ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള ഓരോ മൂല്യം. പിന്നെ അച്ഛൻ കഴിഞ്ഞ 16th ധ്യാനത്തിൽ പറയുന്നുണ്ട്, 4 കടമ്പ കടക്കണം, 4 കടമ്പയാണ് ഉടമ്പ ജീവിതം എന്ന്. അതായത് ചെങ്കടൽ, മരുഭൂമി, ജോർദാൻ, ജെറീക്കോ. ഇപ്പം ഞാൻ ജെറീക്കോ. അപ്പം ഞാൻ എൻ്റെ ജീവിതം ഈ 2022 ശേഷം എൻ്റെ ജീവിതം ഈ 4 കടമ്പയിലൂടെ കടന്ന് ഞാനിപ്പോൾ ഒരു ജെറീക്കോ പട്ടണത്തിലാണ്. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവം പ്രവർത്തിക്കും. ദൈവം അതൊരു ധൈര്യമായിട്ട് എന്നെ ആ ഒരു ടോക്ക് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാനിങ്ങനെ ആലോചിക്കും, ദൈവമേ എൻ്റെ ഒരു കാര്യമാണല്ലോ പറയുന്നത്. കാരണം എനിക്ക് ഒരു ആവശ്യമില്ല എൻ്റെ ജീവിതത്തിൽ. എന്നേക്കാൾ കൂടുതൽ നിനക്കറിയാം എൻ്റെ ആവശ്യങ്ങളെല്ലാം.
അതിന് പിറകെ ഞാൻ ഒന്നും ചോദിക്കാറുമില്ല. അപ്പൊ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്നാണ് ജോസഫ് അച്ഛൻ പറഞ്ഞ്. അത് ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമാണ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. ഞാൻ ഒരു കാലത്തും തളരില്ല. ഞാനിത് ഈ പറയുമ്പോൾ ഞാൻ നിങ്ങളിൽ പലർക്കും ഒരു പ്രചോദനമാവട്ടെ. എൻ്റെ സാക്ഷ്യം ഈ ഒരു സാക്ഷ്യത്തിലൂടെ പലർക്കും ഒരു പ്രചോദനമാവുന്നത് വഴി എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒരു ഉപാധിയായിട്ട് കൂടി ഞാൻ ഈ സാക്ഷ്യം ഈശോയുടെ അമ്മയ്ക്കുടെയും മുന്നിൽ ഞാൻ സമർപ്പിക്കുന്നു. ഈശോയെ നന്ദി, മാതാവേ നന്ദി. പിന്നെ എൻ്റെ അനുദിന ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുർബാന ലൈവായിട്ട് കൂടാൻ പറ്റില്ല. ഞാൻ ഓൺലൈനായിട്ട് എല്ലാ ഞായറാഴ്ചകളിലും എനിക്ക് നിർബന്ധമാണ്. ഞാൻ മക്കളോടും പറയും, നിരങ്ങി ആണെങ്കിൽ പോലും നമുക്ക് അസുഖം വന്നാലും നമുക്ക് ചിലപ്പം പനി അങ്ങനെ ഒന്നും പറഞ്ഞിരിക്കാൻ പാടില്ല. നിരങ്ങിയാണെങ്കിൽ പോലും ഞായറാഴ്ച ദിവസവും കുർബാന കൂടണമെന്നാണ്. പക്ഷേ ഞായറാഴ്ച കുർബാന മുടക്കരുത്, ഈശോയെ സ്വീകരിക്കണം. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ കുറേ യാത്രകളും അതിൻ്റെ ഇടയിൽ കൂടെ കുറേ തിരക്കാണ്. എന്ത് തിരക്ക് വന്നാലും ഞാൻ ഓൺലൈനായിട്ട് എന്നും രാവിലെ കുർബാന കൂടും. അതിൽ ഈശോയെ സ്വീകരിക്കുന്ന ഒരു സമയത്ത് എനിക്കത് ലൈവായിട്ട് തന്നെ എനിക്ക് അനുഭവം ഉണ്ടാവും. ഈശോയെ നമ്മൾ എങ്ങനെയാണ് കുർബാനയെ സ്വീകരിക്കുന്നത് അതേപോലെ തന്നെ ഞാൻ ബസ്സിലിരുന്ന് ഓൺലൈനായിട്ട് കുർബാന കൂടും. പിന്നെ അനുദിന ജീവിതത്തിലെ പ്രാർത്ഥനകളിൽ കുടുംബ പ്രാർത്ഥനയുണ്ട്, ബൈബിൾ വായിക്കാറുണ്ട്. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്നും 5:30 ഞാൻ കൂടും. എന്നും രാവിലെ പോകുമ്പോൾ 5:30 കൂടും. പിന്നെ ജപമാല എന്ന് പറയുമ്പോൾ ജപമാല എൻ്റെ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് എത്ര എണ്ണം ചൊല്ലുന്നൊന്നും അറിയില്ല. പക്ഷേ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ എൻ്റെ സമയത്ത് വെറുതെ ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ വരും. മിനിമം ഒരു 2-3 എണ്ണമൊക്കെ ഒരു ദിവസം ചൊല്ലും. വീട്ടിൽ കുടുംബ പ്രാർത്ഥനയിൽ ജപമാല ഒരു നിർബന്ധമാണ്. അങ്ങനെ അതൊക്കെ ചെയ്ത് ഞാൻ അനുഷ്ഠിച്ചു പോരുന്നു. ഇത്രയൊക്കെയാണ് എൻ്റെ ഉടമ്പടി സാക്ഷ്യം. ഈ ഉടമ്പടി ഇതിപ്പോൾ ഒരു സാക്ഷ്യം, ഒരു തുടക്കമാണ്. ഇനിയും ഞാൻ വരും. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യസ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ ജീവിതാനുഭവം പങ്കുവയ്ക്കാനായിട്ട് അവസരം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ഡൊമിനിക്ക്, എൻ്റെ ഭാര്യ സിജി, മകള് റോമിക. ഞങ്ങൾക്കൊരു മകൻ കൂടിയുണ്ട്, ഫെർഡിനോ. അവൻ എത്തിയിട്ടില്ല. ദുരന്തം വരാൻ പോകുന്നു, പ്രാർത്ഥിക്കണം എന്ന് പരിശുദ്ധ അമ്മ മാതാവ് ജോസഫ് അച്ഛനോട് പറഞ്ഞ് പ്രത്യക്ഷപ്പെട്ടത് എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും പ്രാവർത്തികമാക്കുകയായിരുന്നു. 2019 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒരു നിയോഗങ്ങളും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഭാര്യയുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്നത്. കാരണം എനിക്ക് ഗൾഫിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ജോലി, പിന്നെ ഞാനവിടെ ജീസസ് യൂത്തിലൊക്കെ ആക്റ്റീവായിരുന്നു. അത്യാവശ്യം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജീവിതത്തിൽ ഒരു കുഴപ്പങ്ങളുമില്ല. മക്കൾ നന്നായിട്ട് പഠിക്കും. അവൾ എന്നും ക്ലാസ്സിൽ 1-ാം സ്ഥാനവും മറ്റുള്ള കലാപരിപാടികളൊക്കെ 1-ാം സ്ഥാനമായിരുന്നു. അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ലാത്ത സമയം. ആ സമയത്താണ് എനിക്ക് ഇവിടെ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന സമയത്ത്, 10ാം ക്ലാസ്സിൽ പരീക്ഷ മോഡൽ പരീക്ഷ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവൾ ഫുള്ളായിട്ട് ബ്ലാങ്ക് ആയിപ്പോയി. അവൾക്ക് ഒന്നും എഴുതാൻ പറ്റുന്നില്ല. പെട്ടെന്ന് സ്കൂളിലെ ടീച്ചർ വൈഫിനെ വിളിച്ചു, അവൾക്ക് പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല, നിങ്ങൾ ഉടനടി വരണമെന്ന്. ഭാര്യ വന്നും ആകെ കരഞ്ഞു. അവളെയും കൊണ്ട് വീട്ടിലേക്ക് പോയി. എന്നെ ഗൾഫിലേക്ക് വിളിച്ചു പറഞ്ഞു. ഞാനും ആകെ വിഷമത്തിലായി. പെട്ടെന്ന് വേറെ ഒന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. ഞാൻ ഉടനെ തന്നെ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നു ഉടനെ തന്നെ ഞങ്ങൾ തീരുമാനിച്ചത് കൃപാസനത്തിൽ വരിക, അച്ഛനെ കാണുക, മാതാവിനോട് എല്ലാം പറയുക, എല്ലാം ശരിയാവും. ഇതായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ മാത്രം മതി, എല്ലാം ശരിയാവും എന്ന് വിചാരിച്ചിട്ട് അച്ഛനെ കാണണം എന്നുള്ള ഒറ്റ പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ ഇവിടെ വിളിച്ചു ചോദിച്ചു പറഞ്ഞു, നിങ്ങൾ അച്ഛനെ കാണണം എന്നല്ല പറയേണ്ടത്, നിങ്ങൾ ഈശോയോട് പ്രാർത്ഥിച്ചാൽ മതി. ഇത് തന്നെ പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേറെ ഒന്നും ആലോചിച്ചില്ല, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. പിന്നെ പൂർണ്ണമായിട്ടും ഞാനും ഭാര്യയും പൂർണ്ണമായിട്ട് ഞങ്ങളുടെ ഈശോയ്ക്ക് വിട്ടുകൊടുത്തു. ഒന്നും പിന്നെ ഞങ്ങളുടെ ജീവിതത്തിലില്ല. ഞങ്ങൾക്ക് മോളുടെ പരീക്ഷ പാസ്സാവണം, അത് മാത്രമായിരുന്നു ചിന്ത. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ അവസാനം പരീക്ഷയുടെ ദിവസങ്ങളെത്തി. ഞങ്ങൾ വന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ഇവൾക്ക് മാറ്റങ്ങൾ തുടങ്ങി. ഇവൾക്ക് അതുവരെ പഠിക്കാൻ പറ്റുന്നില്ല ഒന്നും. കൊച്ചിന് പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ ബ്ലാങ്ക് ആവുകയാണ്. ഒന്നും പഠിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് പഠിക്കാൻ പറ്റി തുടങ്ങി. അവൾക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റി തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പരീക്ഷയുടെ അന്ന് ഞാൻ ഇവളെ സ്കൂൾ ബസ്സൊന്നും വിടുന്നില്ല, ഞാൻ തന്നെ കൊണ്ടുവന്നാക്കും അവളെ. എന്നിട്ട് ഞാൻ പരീക്ഷ ഹോളിൽ അവളെ വിട്ടിട്ട് ഞാൻ നിത്യാരാധനയുടെ മുൻപിൽ പ്രാർത്ഥിച്ചിരിക്കും. അങ്ങനെ പരീക്ഷ എഴുതി. എല്ലാ പരീക്ഷയും അവൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റി. 84% മാർക്കോട് കൂടി അവൾ പാസ്സായി. ആ സമയത്ത് കൊറോണ വന്ന സമയത്ത് എനിക്ക് തിരിച്ച് ഗൾഫിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായി. ആ സമയത്ത് പൂർണ്ണമായിട്ട് ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുകയായിരുന്നു. എന്നെ തന്നെ ഈശോയ്ക്ക് വിട്ടുകൊടുത്തു. എന്ത് ഈശോയ്ക്ക് ഞാൻ സമർപ്പിച്ച് ഇങ്ങനെ പോയി. എനിക്ക് ജോലിയിൽ ഇനി തിരിച്ച് വിളിക്കുമെന്ന് പോലും അറിയില്ലായിരുന്നു. പക്ഷേ അവിടെ എല്ലാവരും അടച്ചിട്ട് പോലും എന്നെ
അവർ പ്രത്യേകമായിട്ട് തിരിച്ചു വിളിച്ചു. പക്ഷേ അവിടെ ജോലിക്ക് ഞാൻ വീണ്ടും കയറി. അങ്ങനെ ജോലിയിൽ എനിക്ക് അവർക്ക് മാനേജർമാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവർക്ക് എന്നെ ഒരു പ്രൊമോഷനൊക്കെ നൽകി, വീണ്ടും ശമ്പള വർധനയൊക്കെ നൽകി. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കുടുംബത്തോടൊപ്പം അങ്ങനെ അപ്പോഴേക്കും മോളുടെ +2 കഴിഞ്ഞു. അവൾ +2നും അത്യാവശ്യം മാർക്കൊക്കെ വാങ്ങി. അങ്ങനെ അവളെ BSc നേഴ്സിങ്ങിന് ചേർത്ത സമയത്ത് വൈഫിനെയും കൂട്ടിയിട്ട് ഞങ്ങൾക്ക് ഗൾഫിലേക്ക് ഒരുമിച്ച് പോകാനായിട്ട് പറ്റി. അങ്ങനെ വീണ്ടും ഞങ്ങൾ ഈ കുഴപ്പമില്ല, അല്ലലൊന്നുമില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പോലെ പ്രാർത്ഥനകൾ കുറഞ്ഞിട്ടുണ്ടാവണം തീർച്ചയായിട്ടും. അതായത് അവിടെയുള്ള ഡെയിലി ചെയ്യുന്നതിനനുസരിച്ച് മാത്രമേ ഉള്ളൂ. മാതാവിനോടുള്ള തീഷ്ണത കുറച്ച് കുറഞ്ഞ സമയം ഉണ്ടായിരുന്നു. ആ സമയത്തും ഭാര്യ എന്നോട് ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ മോള് നേഴ്സിങ്ങിന് പോയി. അത് അവിടെ അവൾ 3rd സെമസ്റ്റർ വരെ അവൾ നന്നായിട്ട് പാസ്സായി. 4th സെം എഴുതി വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും അവൾക്ക് അതേ അനുഭവം തന്നെ. അവൾ പരീക്ഷ എഴുതാൻ പോകുന്നു, ഒരു ദിവസം ബ്ലാങ്കായി, അവൾക്കും എഴുതാൻ പറ്റിയില്ല. 4th സെം അവൾ വീണ്ടും തോറ്റു. അവൾ 4th സെം 2ാമത് എഴുതി, അതിലും തോറ്റു. അത് കഴിഞ്ഞിട്ടുള്ള അനുഭവം അവൾ പറയും. എൻ്റെ പേര് റോമിക. ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞാൻ BSc നഴ്സിംഗ് 4ാം വർഷ വിദ്യാർത്ഥിനിയാണ്. എനിക്ക് മാതാവിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണ് എനിക്ക് പാസ്സാവാൻ സാധിച്ചത്. അതായത് 4th സെം എനിക്ക് 2 പ്രാവശ്യം സപ്ലി വന്നായിരുന്നു. അതായത് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ഒരു പ്രാവശ്യം സപ്ലി വന്നതിന് ശേഷം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റൂൾ വന്നായിരുന്നു സെം ബ്രേക്ക് ആവും. അതിനുശേഷം പിന്നെ ഞങ്ങൾക്ക് എഴുതിയെടുക്കണമെങ്കിൽ വീണ്ടും ഇത് എഴുതിയെടുത്താൽ മാത്രമേ അടുത്ത് പാസ്സാവാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? കാരണം ഒരു പ്രാവശ്യം എഴുതി തോറ്റുപോയി, പിന്നെ വീണ്ടും 2ാമത് എഴുതിയിട്ടും വീണ്ടും തോൽവി തന്നെയായിരുന്നു. അപ്പോൾ ആകെ മടുത്തുപോയി, എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തമില്ല. വീണ്ടും എഴുതണമെങ്കിൽ തന്നെ ഞാൻ വീണ്ടും ഒരു വർഷത്തോളം ബാക്ക് ആവുമായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തം ഇല്ലാതെ നിൽക്കുന്ന സമയത്താണ്, കാരണം എൻ്റെ കഴിവുകൊണ്ടൊന്നും സാധിക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം പഠിക്കാൻ പറ്റുന്നില്ല. പഠിക്കുന്ന സമയത്ത് കൈ വിറയ്ക്കുമായിരുന്നു. ഒരു പേന പോലും കൈകൊണ്ട് പിടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അത്രമാത്രം ഞാൻ വല്ലാതെ ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു അത്. അപ്പോൾ ആ സമയത്ത് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ ആകെ ഡൗൺ ആയി. അപ്പോൾ ഞാൻ നഴ്സിംഗ് നിർത്താം, ഇനി എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല, എന്നെക്കൊണ്ട് പറ്റുന്നില്ല, നിർത്തി പോകാം എന്ന് തീരുമാനം എടുത്ത് പപ്പയുടെ മമ്മിയെ വിളിച്ച് ഞാൻ നാട്ടിലേക്ക് വരുവാന്ന് പറയുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്നും നോക്കാനില്ല, നമുക്ക് നേരെ കൃപാസനത്തിലേക്ക് പോവാം, അല്ലാതെ വേറൊരു വഴിയില്ല, നിന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇനി ആകെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് മാതാവിന് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഇവിടെ കൃപാസനത്തിൽ വന്നു. എന്നിട്ട് ഞാൻ പിന്നെ ഉടമ്പടി എടുക്കുകയുണ്ടായത്. ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ തീരുമാനിക്കുകയാണ് കൃപാസനത്തിൽ പോവാം എന്ന് തീരുമാനിക്കുന്ന അന്നാണ് ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു റൂള് വരുന്നത്. അതായത് 4th സെമ്മിൻ്റെ ബ്രേക്ക് മാറ്റി, 4th സെം ബ്രേക്ക് മാറ്റി. അപ്പോൾ അതുകൊണ്ട് 4th സെമ്മും 5th സെമ്മും ഒരേപോലെ എഴുതി ഒരുമിച്ച് എഴുതാന്നുള്ള റൂള് വന്നത്. അത്രയും നാൾ വരെ 4th സെം ബ്രേക്ക് ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് അത് പാസ്സായാൽ മാത്രമേ അടുത്ത സെമ്മിലേക്ക് കടക്കാൻ പറ്റുള്ളായിരുന്നു. പക്ഷെ ഞാൻ എന്ന് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചോ ആ ദിവസം തന്നെയായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു റൂള് വന്നത്. അത് വലിയൊരു അത്ഭുതമായിരുന്നു. അതിൽ കൂടുതൽ അത്ഭുതം എനിക്കൊന്നും പറയാനില്ല. കാരണം അതിനുശേഷമാണ് എനിക്ക് വഴി തുറന്നു കിട്ടിയത്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് ഒന്നും കൂടി ട്രൈ ചെയ്താൽ കിട്ടും, അല്ലെങ്കിൽ പാസ്സാവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയത്. അതിനുശേഷം ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. അതിനുശേഷം പിന്നെ പഠിക്കാനായിട്ട് പുസ്തകം എനിക്ക് തുറക്കാൻ പറ്റി. കാരണം അതുവരെ എനിക്ക് പുസ്തകം തുറക്കുമ്പോൾ പേടിയായിരുന്നു, പല ചിന്തകളായിരുന്നു. പുസ്തകം തുറക്കാൻ പറ്റില്ല, കൈകൊണ്ട് പിടിക്കാൻ പറ്റില്ല, പേന പിടിക്കുമ്പോൾ കൈ വിറയ്ക്കുമായിരുന്നു, അതുപോലെ ഒട്ടും എഴുതാൻ പറ്റില്ലായിരുന്നു പരീക്ഷ. അതേപോലെയായിരുന്നു ഒരു അവസ്ഥ, ഒരു ഭീകരമായ അവസ്ഥയായിരുന്നു. ക്ലാസ്സിലൊന്നും മര്യാദയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനുശേഷം ഞാൻ പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തു. പിന്നെ അതിനുശേഷം തൈലം പുരട്ടി, പഠിക്കുമ്പോഴൊക്കെ തൈലം പുരട്ടിയായിരുന്നു ചെയ്തിരുന്നത്. അതുപോലെ തന്നെ പരീക്ഷ ഹാളിൽ പോയപ്പോഴും കാശുരൂപ എൻ്റെ കയ്യിൽ ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ എൻ്റെ യൂണിഫോമിൽ കുത്തിയിട്ട് പോയത്. അതുപോലെ തന്നെ ഉടമ്പടി തൈലം പുരട്ടി ഇതെല്ലാം ചെയ്തിട്ടാണ് മാതാവിൻ്റെ കൂടെ ചേർന്നാണ് ഞാൻ പരീക്ഷയ്ക്കായിട്ട് ഹാളിൽ പോയത്. അപ്പോൾ എനിക്ക് 4th ഉം 5th ഉം ഒരുമിച്ച് എഴുതാനായിട്ടുള്ള ഒരു വലിയ ചാൻസും കിട്ടി. അതുപോലെ തന്നെ എൻ്റെ പരീക്ഷ പേടി മാറി. എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു വലിയ സന്തോഷമായിരുന്നു എനിക്ക് എത്ര മാർക്ക് എന്നുള്ളതായിരുന്നില്ല, അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. കാരണം എൻ്റെ പേടി, വിറ ഇതെല്ലാം മാറിയായിരുന്നു. പഠിക്കാനുള്ളൊരു ഉത്സാഹം വരുന്ന പോലെ, പഠിക്കാൻ തോന്നുന്ന പോലെ ഒരു ഫീൽ, ഇതെല്ലാം മാതാവായിരുന്നു എന്നെ കൊണ്ട് ചെയ്തുകൊണ്ട്. മാതാവ് ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കത് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇതെല്ലാം ചെയ്തിട്ടാണ് ഞാൻ പഠിച്ചത്. അതിനുശേഷം റിസൾട്ട് വന്നു. അപ്പോൾ 4th ഉം 5th ഉം എനിക്ക് ഒരുമിച്ച് ഞാൻ പാസ്സാവുകയും ചെയ്തു. അതും നല്ല മാർക്കോടുകൂടി എനിക്ക് പാസ്സാവാൻ സാധിച്ചു. അതൊരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ എനിക്ക് അടുത്തത് 6th സെം എഴുതാൻ പോകുന്നതേ ഉള്ളൂ.
അതിനുവേണ്ടി ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഉടമ്പടി തന്നെ നിൽക്കാനും ഉടമ്പടി തന്നെ ജീവിക്കുവാനാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇനിയുള്ള എക്സാമുകളെല്ലാം മാതാവിൻ്റെ കയ്യിൽ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചേക്കാണ്. കാരണം മാതാവിനെ കൊണ്ട് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇത് എൻ്റെ മെറിറ്റ് അല്ലായിരുന്നു, നോട്ട് ബൈ മൈ മെറിറ്റ് ബൈ ഗ്രേസ്. അതായിരുന്നു ആ ഒരു വിശ്വാസത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും യേശുവിനും കൂടാനുകൂടി നന്ദി. ഞാൻ പറയുമായിരുന്നു എൻ്റെ ജീവിത പങ്കാളിക്ക് എൻ്റെ ഒപ്പം തന്നെ എന്നെ ഈ ഉടമ്പടിയിലേക്ക് കൊണ്ടുവന്നതും ഞാൻ ഉടമ്പടി എടുത്ത അന്ന് മുതൽ എൻ്റെ ഒപ്പം തന്നെ എൻ്റെ കൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അവൾക്ക് കിട്ടിയ അനുഭവം അവൾ തന്നെ പറയും. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് അമ്മയ്ക്ക് തിരുക്കുമാരനും കൂടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് സിജി. ഹസ്ബൻഡിൻ്റെ ഉടമ്പടിയിൽ ഒപ്പം നിന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സമയച്ചുരുക്കത്തിൻ്റെ മാതാവ് എൻ്റെ 15 വർഷം പഴക്കമുള്ള തലവേദനയും ഇയർ ബാലൻസും ഗ്യാസ് ട്രബിളിൻ്റെ ബുദ്ധിമുട്ടും എല്ലാം നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി പല ഹോസ്പിറ്റലുകളും കയറി ഇറങ്ങി നടക്കുമെങ്കിലും മരുന്ന് കഴിച്ചെങ്കിലും ഒരു കുറവുണ്ടായിരുന്നില്ല. അപ്പം അതിനുശേഷം നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഉടമ്പടി എടുത്ത് ചെയ്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ എല്ലാ അസുഖങ്ങളും അമ്മ മാതാവ് എടുത്തു മാറ്റി തന്നു. അതിനുശേഷം എപ്പോഴും ഈ ഒരു വർഷമായിട്ട് ഞങ്ങൾക്കിടെ ജീവിതത്തിൽ ഒരു അസുഖങ്ങളൊന്നും വരാറില്ല. എല്ലാ ദിവസവും ഉടമ്പടി തൈലം പുരട്ടുകയും ഉപ്പ് ഭക്ഷണത്തിൽ പാചകം ചെയ്യുമ്പോൾ ഇടും. അതിൻ്റെ ഫലമായിട്ട് ഒരസുഖവും ഞങ്ങൾക്ക് വരാറില്ല. അതുപോലെ തന്നെ എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ മനസ്സിന് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഉടമ്പടിയിലാണെന്നുള്ള ഒരു ഇതുള്ളപ്പോൾ സന്തോഷവും സമാധാനവും അപ്പം തന്നെ കുടുംബത്തിലുണ്ടാവും. അതിനുശേഷം എല്ലാവരും ഉടമ്പടിയിലാണ്. ഇനിയുള്ള ജീവിതകാലം മുഴുവനും ഞങ്ങൾ ഉടമ്പടിയിലായിരിക്കുമെന്ന് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞങ്ങൾ തീരുമാനിച്ചിരിക്കും. അതുപോലെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ ഇവിടെ നിന്ന് കിട്ടുന്ന പത്രങ്ങളെല്ലാം ഇവിടെ വിതരണം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഗൾഫിലേക്ക് പല ഭാഷകളിൽ ഹിന്ദിയിലും ഫിലിപ്പീൻസിനുള്ള ഭാഷകളിലൊക്കെ പോയി ഞങ്ങൾ കുടുംബസമേതം തന്നെ ഞങ്ങൾ വിതരണം ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തനമായിട്ട് ഗൾഫിൽ GCUത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒപ്പം തന്നെ കാണുന്ന രോഗികളെ കാണാൻ സന്ദർശിക്കാനൊക്കെ പോകാറുണ്ട്. അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. നാട്ടിലേക്ക് വരുമ്പോൾ നാട്ടിലും രോഗികളെ സന്ദർശിക്കാനും വേണ്ട സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. ഞങ്ങൾക്ക് കിട്ടിയൊരു വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞാൻ GCUത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും കുടുംബമായിട്ട് ഇപ്പോൾ ഞങ്ങൾ GCUത്തിൻ്റെ ഫാമിലി കോർഡിനേറ്ററാണ്. അപ്പോൾ ഒരുപാട് യുവ കുടുംബങ്ങളെയൊക്കെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു കാരുണ്യം കൂടി ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയ പരിശുദ്ധ ദൈവമാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.